ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ കണ്ട 2 മീനുകളാട്ടോ ഇത്. ഒന്ന് ആറ്റുവാളയും രണ്ടാമത്തേത് കാരിയും. ഇത് രണ്ടും കായൽ മീനാണെന്നാണ് തോന്നുന്നത്. കാരണം ഇതിനു മുന്നേ ഞാൻ ഇതുവരെ ഇവരെയൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവരെ കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ എനിക്കുണ്ട്. ഞാൻ മീൻ വെട്ടാൻ തുടങ്ങിയപ്പോൾ ഉള്ള ആ ഉഷാറൊന്നും അവസാനം ഉണ്ടായിരുന്നില്ലാട്ടോ. കാരണം ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു. അത് ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട്. എല്ലാം വെട്ടി വെച്ചതുകൊണ്ട് പിറ്റേ ദിവസത്തെ പാചകം ഇച്ചിരി എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ പാചകം തുടങ്ങുവാണ്. ആദ്യം ചോറിനുള്ള അരി കഴുകി അങ്ങ് ഇടുക കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഒരു സൈഡിലിരുന്ന് ആവുമല്ലോ. ഇപ്പുറത്തെ സൈഡിൽ മീൻകറിയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻകറി വെക്കാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞൊന്നും തരുന്നില്ല. കാരണം സ്ഥിരം എൻ്റെ വീഡിയോയിൽ മീൻകറി ഉള്ളതാണ്. നേരെ മീൻ വറക്കാനായിട്ടുള്ളതാണ്. ഇത് കായൽ മീനായതുകൊണ്ട് ഇച്ചിരി കുരുമുളകും ഇച്ചിരി പച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 2 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ടിട്ടാട്ടോ ഞാനിത് മസാലയാക്കി എടുത്തത്. കുരുമുളക് ഇച്ചിരി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ചേറിൻ്റെ സ്മെല്ല് ഇച്ചിരി കുറഞ്ഞിരിക്കും എന്ന് എനിക്ക് തോന്നിയായിരുന്നേ. അങ്ങനെ ഞാൻ നേരെ മീനൊക്കെ പുരട്ടി ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. കാരണം മീനിട്ട് ഇച്ചിരി നേരം ഇരിക്കണമല്ലോ. നമ്മുടെ സാധാരണ കടൽ മീൻ പോലെ അല്ലല്ലോ. ഇച്ചിരി ഒന്ന് മസാലയൊക്കെ പിടിച്ചാലല്ലേ അത് കഴിക്കാനായിട്ടൊരു രസം കാണത്തുള്ളൂ. ഇത് മീൻ മേടിക്കാൻ പോയപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന ചീരയാട്ടോ. പൊന്നാങ്കണ്ണി ചീര. എഫ് ബിയിലൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ ഒന്നും പറയണ്ട. ഈ മീനായാലും ചീരയായാലും എല്ലാവരും എനിക്ക് പണി തന്നു. കാരണം ഇത് വൃത്തിയാക്കി എടുക്കാൻ അത്യാവശ്യം നല്ല പാടായിരുന്നു കേട്ടോ. എന്തായാലും അത് വൃത്തിയാക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇച്ചിരി പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ ഞാൻ ആ ചീര ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ച് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ പൊരിക്കാനിടാം. ഇതേപോലെ ഒരുമിച്ചങ്ങ് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നമ്മുടെ ജോലി വേഗം തീരുകയും ചെയ്യും. നമുക്ക് വേഗം കഴിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ മീൻ അങ്ങ് ഒരു സൈഡിലോട്ട് പൊരിക്കാനായിട്ട് ഇട്ടിട്ടോ. ഇവിടെ പൊരിക്കുക എന്നാണേ പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചീരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചീരയിൽ ഞാൻ ഇച്ചിരി മുളക് പൊടി ഇടാൻ മറന്നുപോയേ. അതാട്ടോ ഇപ്പം ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമ്മുടെ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒരു ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ചീരത്തോരൻ റെഡി ആട്ടോ. പിന്നെ നിങ്ങൾക്ക് തോന്നിയില്ലേ നമ്മളിതിൽ കടുകൊന്നും വറുത്തില്ല എന്ന്? അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ചട്ടി വെച്ച് ഇച്ചിരി കടുക് വറുത്ത് ഒരു വെളിച്ചെണ്ണയുടെ മണമൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ചീരത്തോരനൊക്കെ കഴിക്കും? എന്നിട്ട് ആ കടുകും കൂടി വറുത്തിട്ട് ചീര നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ചീരത്തോരൻ റെഡിയാണ്. അങ്ങനെ നേരെ ഞാൻ ഊണ് കഴിക്കുകയാണ്. എനിക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, മറന്നു പോകല്ലേ.